ആ കാണുന്നതാണ് ദുബായ് ഡൗൺ ടൗൺ. ഇനീഷ്യലി ഇമാറിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ദുബായ് ഡൗൺ ടൗൺ. ലേറ്റർ ഓൺ ഇമാർ ഡൗൺ ടൗണിലുള്ള പ്ലോട്ട് മറ്റ് പ്രൈവറ്റ് ഡെവലപ്പേഴ്സിന് അനുവദിച്ചു കൊടുത്തപ്പോൾ അവിടെയുള്ള കൺട്രോൾ ഇമാറിന് പൂർണ്ണമായി നഷ്ടമാകുകയായിരുന്നു. പിന്നീടാണ് ഇമാർ ദുബായിയുടെ ഹൃദയഭാഗത്ത് മറ്റൊരു കമ്മ്യൂണിറ്റിയെ പറ്റി ചിന്തിച്ചത്. ആ കമ്മ്യൂണിറ്റിയിലാണ് ഞാനിന്ന് ഇപ്പൊ നിൽക്കുന്നത്. അതാണ് ദുബായ് ക്രീക്ക് ഹാർബർ. ദുബായ് ക്രീക്ക് ഹാർബർ എന്ന് പറയുന്നത് ഇമാറിന്റെ മാത്രം കമ്മ്യൂണിറ്റിയാണ്. വേറെ ഒരു പ്രൈവറ്റ് ഡെവലപ്പേഴ്സിനും ഇവിടെ കൺസ്ട്രക്ഷൻ അനുമതിയില്ല. അതുമാത്രമല്ല ഡൗൺ ടൗൺ ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രീക്ക് ഹാർബർ നിൽക്കുന്നത്. ഈ കാണുന്നത് ന്യൂയോർക്ക് സിറ്റി ഒന്നല്ല, നമ്മുടെ ദുബായിലെ ക്രീക്ക് ഹാർബർ ആണ്. അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുബായിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി ആകാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ് ക്രീക്ക് ഹാർബർ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് ബ്ലൂ ലൈൻ മെട്രോ സ്റ്റേഷൻ കടന്നു പോകുന്നത്. ഈ ക്രീക്ക് ഹാർബറിൽ 4 സ്റ്റോപ്പാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഈ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് പുതിയൊരു പ്രോജക്റ്റ് ഇമാർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആൾട്ടസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ കാണുന്ന ആൾട്ടസ് എന്ന് പറഞ്ഞ 2 ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്.